എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഹോട്ട് സീറ്റിൽ ഇന്ന് ആര്യൻ കത്തൂരിയ. ഹായ്, ഹലോ. ക്യൂട്ട്നസ് വാരി വിതറിയാൽ കേരളത്തിലെ പെൺകുട്ടികൾ വീഴുമെന്നൊരു ചിന്തയുണ്ടോ? ചിന്തയൊന്നുമില്ല, വീടുവാണെങ്കിൽ വീഴട്ടെ, അത് അവരുടെ ഇഷ്ടം. ഇതിപ്പോ എവിടെ നിന്ന് ചാടി? തുടക്കത്തിൽ തന്നെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആണല്ലോ. ഇല്ല, ഞാനാണോ ഇന്റർവ്യൂ? ഇങ്ങനെ ഇരിക്കാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ? അങ്ങനെ ഇരിക്കാം. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നിങ്ങളൊരു മലയാളിയാണോ? ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നാച്ചുറൽ ആക്ടേഴ്സിനൊക്കെ നിങ്ങൾക്ക് അറിയാലോ. നാച്ചുറൽ ആക്ടേഴ്സും അൺനാച്ചുറൽ ആക്ടേഴ്സ് അങ്ങനൊന്നും ഇല്ല. മലയാളിയായിട്ട് നിങ്ങളോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കണ്ട. മലയാളിയായിട്ട് ചോദിക്കണ്ട, ഒരു ഇന്ത്യൻ ആയിട്ട് ചോദിച്ചാൽ മതി. അതല്ല ഉദ്ദേശം. ബോധമുള്ള എല്ലാ ഇന്ത്യൻസിനും അറിയാം മലയാളി എവിടെയാണ് താമസിക്കുന്നത്. ലണ്ടനിലല്ലല്ലോ കേരളം ഉള്ളത്, ഇന്ത്യയിലല്ലേ കേരളം ഉള്ളത്. സോറി, അത് അറിഞ്ഞില്ല കേട്ടോ ഞാൻ. ഓക്കെ, അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഒരു മാറ്റവും ഇല്ലല്ലോ. തേർഡ്, ഫോർത്ത് ഒരു സ്റ്റാൻഡേർഡിലും എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ വെളിച്ചെണ്ണ അങ്ങനെ ഉണ്ടാക്കണം പഠിപ്പിച്ചില്ല. ഞാൻ കുക്കിംഗ് അല്ല എടുത്തത് സ്കൂളിൽ. അയ്യന്റെ മോനെ, പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. 1 കിലോ അരിക്ക് എന്താണ് വില? 1 കിലോ അരിക്ക് എന്താണ് വില? ഏതാ റൈസ്? 5 വെറൈറ്റി ഉണ്ടല്ലോ. ബാസ്മതി ഉണ്ട്, ഇതുണ്ട്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാൻ ചോദിക്കട്ടെ, ബാസ്മതി അല്ല നമുക്ക് ഇവിടെ ഉള്ളത്, ചാക്കരി, കുത്തരി അങ്ങനെയൊക്കെ പറയുന്നത്. ഇല്ല, ഇവിടെ ബാസ്മതി ഉണ്ട്. ഓക്കെ, ബാസ്മതിക്ക് എത്ര വില? ബാസ്മതിക്ക് എന്തിനാ ഞാൻ പറയണത് നിങ്ങളുടെ വില? ഈ കുരുത്തം കെട്ടവനെ കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതളിയ? 100-150 റൈസ് ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാത്തിനും ആൻസർ വേണം. ഞാൻ ചോദിക്കാം, നിങ്ങൾ അറിയില്ല. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. കാസർഗോഡില് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ ബീഫിന് എത്ര വില? കിട്ടിയല്ലോ, ഇവിടെ ഓക്കെ, 3-4 മാസം നിങ്ങൾ കൂട്ടത്തിൽ താമസിപ്പിച്ച് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് പറ്റുന്ന ഒരാളല്ലെന്ന് തോന്നി കഴിഞ്ഞാൽ ആ പെൺകുട്ടി നിങ്ങൾ ഉപേക്ഷിക്കും. ഞാൻ എന്റെ എഫേർട്ട് എപ്പോഴും 100% ആയിരിക്കും എന്റെ സൈഡിൽ നിന്ന്. ഓ, നിങ്ങൾ ഭയങ്കര മാതൃകാ പുരുഷനായിരിക്കും, മേ ബി അല്ലെ? കുലപുരുഷനായിരിക്കും. ഇയാൾക്ക് എന്താണ് വയ്യേ? ഞാൻ ആങ്കറിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത്, മനസ്സിലായോ? എനിക്ക് തരുന്ന ജോബ് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അതിൽ ഫേക്ക് അല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ആക്ച്വലി ജെനുവൻ ആണ്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജെനുവൻ ആവുമ്പോഴേ നമ്മൾ ഒരിക്കലും പറയില്ല ഞാൻ ജെനുവൻ ആണ്. അങ്ങനെ പറയുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ ഫേക്ക്. ആരാന്ന് നിങ്ങളുടെ വിചാരം? എന്റെ വിചാരം ഞാൻ ആര്യനാണ്. കോളേജൊക്കെ കഴിഞ്ഞതല്ലേ? ഇല്ലില്ല, സ്കൂളിലാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡില്. നിങ്ങൾ ഈ നാട്ടിലെ സമൂഹത്തിലെ സകല പെൺകുട്ടികളെ അപമാനിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ഇരുന്ന് പറയുന്നത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? കഷ്ടം. ചിരിക്കുന്നോ? ഇതിന് അഹങ്കാരത്തിന്റെ ചിരി എന്ന് പറയും. നിന്നെ ആർക്ക് വേണം? വലിങ്ങേറി വന്നേക്കുന്ന ഇത്രയും മ്ലേച്ഛകരമായ ഒരു ഹോട്ട് സീറ്റ് ഞാൻ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ല. ഞാൻ ഇത് അവസാനിപ്പിക്കും, ഹോട്ട് സീറ്റ് അവസാനിപ്പിക്കും ഞാൻ ഇവിടെ. നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. അല്ല, ഇത്രയും ചൈൽഡിഷ് ആയിട്ടുള്ള ഹോട്ട് സീറ്റ് മെച്ചോർഡ് അല്ലാത്ത ഒരു ഗസ്റ്റിനെ എന്തിനാണ് അപ്പോസ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇപ്പൊ നിന്നെ ആരാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഞാനൊന്ന് പാവളിക്കാൻ ഇരിക്കുന്നത് ഇവിടെ. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. അപ്പോസ് എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പറ. എന്നോടാ ചോദ്യങ്ങൾ, എന്നെ ഇന്റർവ്യൂ. ഞാനിരിക്കാം. പുള്ളിയെ ഹോട്ട് സീറ്റിലെ ഗോസ്റ്റ് ആയിട്ട് എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഹോട്ട് സീറ്റിൽ വെൽക്കം. ക്വസ്റ്റ്യൻ ആൻസർ വേണ്ടേ നിങ്ങൾക്ക്? നിങ്ങൾ ഇന്നേ വരെ ഞാൻ ആൻസർ വേണോ ഇല്ലേ? ഉത്തരം വേണോ? ക്വസ്റ്റ്യൻ ചോദിച്ചു സമയം തരൂ. കലിപ്പ് തീരുണ്ടോ ദൈവമേ, അവന്റെ മോതണ്ടല്ലേ. നിങ്ങൾ ക്വസ്റ്റ്യൻ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നല്ലോ മൊത്തം കേട്ടു. അതുകൊണ്ട് ഞാൻ സമയം എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോടെ കുതിരവട്ടമല്ലല്ലോ. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഈ ഹോട്ട് സീറ്റ് വല്ല കിഡ്സ് പാർക്കിലും വെക്കുന്നത് അതായിരിക്കും നല്ലത്. ഞാൻ പോകും. അത് ഒരു അമ്മയും ഒരു മോനും. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. കിഡ്സ് പാർക്കിൽ വെക്കാൻ അപ്പൊ കറക്റ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങളെ കയറ്റാൻ പറ്റില്ലല്ലോ. കുഴപ്പമില്ല, മദേഴ്സും ഗ്രാൻഡ് മദേഴ്സിനെ കയറ്റാം. Why are you disturbing my peace? ഈ ഹോട്ട് സീറ്റ് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് അബ്സോർഡ്, ടോട്ടലി അബ്സോർഡ് ആണ്. ഇത് ഹ്യൂമിലിയേഷൻ ആണ്. ഞാൻ ആദ്യമായിട്ട് പറയാം, എന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പറയാം, ഈ ഹോട്ട് സീറ്റ് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. ഒരു മിനിറ്റ് അബോസ് എടുത്തിട്ട് പോ. കൊണ്ടു നോക്കിയോ? എന്റെ വീട്ടിൽ മാത്രമല്ല, നിന്നെ കൊടകി ഏരിയ പോലും കണ്ടുപോരുത്.